പണ്ടൊക്കെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും രുചി കൂടി കലർത്തി എൻ്റെ അച്ഛൻ ചായക്കടയിൽ നിന്നും ഞാൻ എണീക്കുന്നതിനേറെ മുമ്പേ ചായപ്പിൻ്റെ മൂലയിലായി കടലാസിൽ ഇലയിൽ എനിക്കായി മാത്രം പൊതിഞ്ഞു വെച്ചിരുന്ന ആ പുട്ടിൻ്റെയും കടലയുടെയും രുചി വേറൊന്നിനും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല എന്നത് സത്യമാണ്. അതെല്ലാം കഴിഞ്ഞുപോയ കാലം. ഓർമ്മകൾ വെറുതെ അയവിറക്കാമെന്നല്ലാതെ കഴിഞ്ഞതൊന്നും നമുക്കായി തിരികെ വരില്ലല്ലോ. എന്നിരുന്നാലും ഇന്നൊരു സ്പെഷ്യൽ കടലക്കറിയാണ് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് കുരുമുളകും തക്കോലവും കറുവാപ്പട്ടയും പിന്നെ പെരിഞ്ചീരകവും പൊടിച്ച് മാറ്റി വെക്കണം. പിന്നീട് സവാള അരിഞ്ഞതും പച്ചമുളകും വെളുത്തുള്ളിയും പച്ചമഞ്ഞളും ഇഞ്ചിയും അരച്ച് അതും മാറ്റി വെക്കണം. പിന്നെ ചെയ്യേണ്ടത് അല്പം പുളിക്ക് വേണ്ടി ഒരു തക്കാളി എടുത്തരിഞ്ഞ് അതും മാറ്റി വയ്ക്കുക. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പൊടിച്ചു വെച്ചത് ചേർത്ത് അതിലേക്ക് അരച്ചു വെച്ച അരപ്പും ചേർത്ത് പച്ചമണം മാറി വരുമ്പോൾ കുറച്ച് ഇലകൾ ചേർക്കാനുണ്ട്. അതാണ് ഇതിലെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. അതായത് രമ്പയില, ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന ഇലയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ കറുവാപ്പട്ടയുടെ ഇല, സർവ്വസുഗന്ധിയുടെ ഇല, ഇതൊന്ന് കീറിയിട്ട് ചേർക്കുക. പിന്നീട് ഇത് വഴറ്റിയ ശേഷം മല്ലിപ്പൊടിയും ചേർത്ത് വഴറ്റണം. കുരുമുളക് കുറച്ചധികം ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ആവശ്യം നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. പിന്നീട് വേവിച്ച് വെച്ച കടലയും ചേർത്ത് എത്രയും വെള്ളം ആവശ്യമാണോ അത്ര കുറുകിയെടുക്കണം. ഇത് കുറുകി വരുമ്പോൾ ഇലകൾ എടുത്ത് മാറ്റിക്കളയണം. ഇത് ഡ്രൈ ആയിട്ടും എടുക്കാം, അതുപോലെ ചാറായിട്ടും എടുക്കാം. പുട്ടിനാകുമ്പോൾ ഒന്ന് കുഴച്ച് കൂട്ടി കഴിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം വേണം. പിന്നീട് പുട്ടുണ്ടാക്കി പുട്ടിൻ്റെ കൂടെ ഒഴിച്ച് കുഴച്ച് കഴിക്കാം. പുട്ടിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചോറിനും കൂട്ടാം. ഇനിയൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.